ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹിബാസ്.com എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താലേ നമ്മുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പപ്പയായി എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ റസ്ക് പൗഡറാണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് മീഡിയം വലുപ്പമുള്ള 2 സവാള മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞതും, അതുപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും, പിന്നെ പഴുത്ത 2 തക്കാളി അരിഞ്ഞതുമാണ്. പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി മിക്സിയിലിട്ട് നല്ലതുപോലെ ചതച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ 2 തണ്ട് ചപ്പും അതുപോലെ തന്നെ 1 തണ്ട് വേപ്പിലയുമാണ്. പിന്നെ നമ്മൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ആ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. ഈ വഴറ്റൊഴിക്കുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നാൽ അതിലേക്ക് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും അതുപോലെ തന്നെ മല്ലിയിലയും വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വഴന്ന് വന്നാൽ നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കൊരു സ്പൂണോ വിസ്കറ്റോ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുട്ട ഇവിടെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കുക്കറിലിട്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്ത ബീഫാണ്. അത് നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കട്ട്ലേറ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മുടെ ആ മസാലയിലേക്ക് ആ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ആദ്യം. എന്നിട്ട് ഇത് നല്ലതുപോലെ പരത്തിയെടുക്കാൻ കൈ വെച്ചിട്ട് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ കട്ട്ലേറ്റിൽ ഉണ്ടാക്കി ആ റൗണ്ട് എടുത്തിട്ട് ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ റസ്കിൽ ഉരുട്ടിയിട്ട് നമുക്ക് എല്ലാതും ഇതുപോലെ ചെയ്ത് പൊരിച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.